പ്രഖ്യാപിക്കാനായി ശ്രീ സുകുമാരൻ സാറിനെ ക്ഷണിക്കുന്നു. അടൂർ ബാസി കൾച്ചറൽ ഫോറത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് ഞാനെന്ന് അഭിമാനപൂർവ്വം നിങ്ങളെയൊക്കെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും അതിൻ്റെ എല്ലാമായ പ്രദീപും അതുപോലെയുള്ള അതിൻ്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകരും ബാസിച്ചേട്ടൻ എന്ന ഞാനൊക്കെ എൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ ഈ നാടിനെ മുഴുവൻ ചിരിപ്പിച്ച വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് വരുത്തിക്കൊണ്ട് ഓരോ വർഷവും ചെയ്തു കൂട്ടുന്ന കലാപരിപാടികൾ ആവേശത്തോടും ബഹുമാനത്തോടും അത്ഭുതത്തോടും കൂടി അങ്ങ് മദിരാശിയിൽ ജീവിക്കുന്ന എനിക്ക് വരെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് എന്ത് തന്നെ തിരക്കുകളുണ്ടെങ്കിലും ഞാനിവിടെ ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഇന്നിവിടെ എത്തിയത്. ഇത് അതിവിജയമായിരിക്കും. ഇതൊരു അത്ഭുതകരമായ പ്രതിഭാസമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സർവശക്തൻ്റെയും നിങ്ങളുടെയൊക്കെ അമിതമായ പിന്തുണ കൊണ്ട് ഇതൊരു വലിയ വമ്പിച്ച വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മഹത്തായ പരിപാടി നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തു വന്നു. നിങ്ങൾക്ക് നമസ്കാരം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കളഭമഴ തുടങ്ങിയ ഒട്ടനവധി ചലച്ചിത്രങ്ങളുടെ സംവിധായകനാണ് അദ്ദേഹം അടുത്ത 6 ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാവും. ഈ മാസം അവസാനം അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 1-2 നർത്തകിമാർക്ക് മോശമല്ലാത്ത ഒരു വേഷം അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടികളുടെ പ്രകടനം കാണാം. അവർക്ക് വെള്ളിത്തിരയിലേക്കുള്ള അവസരം തുറന്നു കൊടുക്കാൻ അടൂർ ബാസി കൊച്ചപ്പത്തിന് ഈ വേദിക്ക് കഴിയും. ഒറ്റ വാക്കിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ബഹുമാനായ ശ്രീ അയലം ഉണ്ണികൃഷ്ണൻ സർ. അടൂർ ബാസി കൾച്ചറൽ ഫോറം കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ BJT ഹാളിൽ അവതരിപ്പിച്ച പരിപാടികൾ നിങ്ങളിൽ പലരും കണ്ടു കാണും. സത്യത്തിൽ ഓരോ വർഷം കഴിയും തോറും വളരെ ഊർജ്ജസ്വലമായിട്ട് പരിപാടികൾ അവതരിപ്പിക്കാൻ മുൻകൈയെടുക്കുന്ന ഒരു പ്രദീപല്ല 3 പ്രദീപന്മാരും അവരുടെ 3 പേരുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. എന്തായിരുന്നാലും ഈ ഡാൻസ് ഫെസ്റ്റ് ഒരു വൻ വിജയമായി തീരട്ടെ. കഴിഞ്ഞ വർഷം നടന്ന കോമഡി ഫെസ്റ്റും അതിനു മുമ്പായി നടന്ന നാടകത്തിൻ്റെ മത്സരവും എല്ലാം ഒന്നിനൊന്ന് മേളിലായിരുന്നു. അതിനേക്കാളേറെ മേളിലേക്ക് വരട്ടെ ഈ ഡാൻസ് ഫെസ്റ്റ് എന്ന് വളരെ വിനയത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ വേദിയിൽ നൃത്തം അവതരിപ്പിക്കേണ്ട കുട്ടികൾക്ക് ആശംസകൾ നേരാൻ ഗുരുതുല്യനായ ശ്രീ ബി ഹരികുമാർ. ബഹുമാന്യരെ, അടൂർ ബാസി കൾച്ചറൽ ഫോറത്തിൻ്റെ ഈ നൃത്ത മത്സരം ഇതേമാതിരി കേരള സംസ്ഥാനത്ത് ആദ്യം തന്നെ എന്ന് പറയാം വഴിമാറി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ് അടൂർ ബാസി കൾച്ചറൽ ഫോറം എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പേപ്പർ സംഘടനയല്ല അടൂർ ബാസി കൾച്ചറൽ ഫോറം. തുടർച്ചയായ 5 വർഷം എല്ലാവിധ പ്രതിബന്ധങ്ങളെയും നീക്കി കേരള തലസ്ഥാനത്ത് സാംസ്കാരിക രംഗത്തെ ഒരു ശക്തി കേന്ദ്രമായി വളരുകയാണ് അടൂർ ബാസി കൾച്ചറൽ സൊസൈറ്റി ഫോറം. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആരും തന്നെ അടൂർ ബാസി എന്ന കലാകാരനെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കലാസഭയുടെ ഒരു ധന്യ മുഹൂർത്തമാണ് ഈ നിൽക്കുന്ന വേദി. തനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിയാത്ത കലാകാരന്മാരെ അനുസ്മരിക്കാൻ ഇത്രയും ത്യാഗനിർഭരമായ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ ഫോറത്തിന്, ഈ സംരംഭത്തിന് സർവ്വവിധ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടൂർ ബാസി കൾച്ചറൽ ഫോറത്തിന്റെ ലക്ഷ്യം യാതൊരു തരത്തിലുള്ള പരാതികളുമില്ലാത്ത ഒരു ജഡ്ജ്മെന്റാണ്. അതിന് എന്താണ് മാർഗം എന്നാലോചിച്ചപ്പോൾ ഞങ്ങൾ അവസാനം കണ്ട മാർഗം, കുട്ടികൾ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യ പാർട്ടിസിപ്പന്റ് ഇവിടെ നൃത്തം അവതരിപ്പിച്ചാൽ ആ പാർട്ടിസിപ്പന്റ് എത്രയൊക്കെയാണ് മാർക്ക് എന്നത് സാധാരണ ജഡ്ജസ് എഴുതുകയും പിന്നീട് കമ്മിറ്റിക്കാർ കൊണ്ടുപോയി കൂട്ടുകയും പിന്നീട് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് ജഡ്ജിങ് ബോർഡിൽ വരികയുമാണ് സാധാരണ രീതി. നമ്മളത് ഒഴിവാക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജഡ്ജസ് മാർക്ക് അനൗൺസ് ചെയ്യും. 4 ജഡ്ജസാണ് ഈ മത്സരത്തിന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയും കുട്ടികളെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ജഡ്ജസ് എന്ന സങ്കല്പം ഞങ്ങൾ കൊണ്ടുവന്നത്. അതിൽ ബെസ്റ്റ് ഓഫ് 3 3 ജഡ്ജസിന്റെ മാർക്കാണ് കുട്ടികൾക്ക് എടുക്കാൻ കഴിയും. അതായത് ഞങ്ങൾ 4 പേരുമാണ് ജഡ്ജെങ്കിൽ ഒരാൾ ഇടുന്നത് 85, ബാക്കിയുള്ളൊരു 90 ആണെങ്കിൽ 90 മാത്രമേ എടുക്കുള്ളൂ, 85 മാറ്റിവെക്കും. അപ്പോഴും കുട്ടികൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. 4 ജഡ്ജസ്മാരിൽ 3 പേരുടെ മാർക്കാണ് കുട്ടികൾക്ക് കൂട്ടുന്നത്. 3 പേരും മാർക്ക് പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും.
എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ഒരു ജഡ്ജിങ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്, ജഡ്ജിങ് കമ്മിറ്റിക്ക് നിങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം പരാതിരഹിതമായ ഒരു മത്സരം. ആരാണ് ഈ വേദിയിൽ ഏറ്റവും കഴിവുള്ള പ്രതിഭ, ആ കുട്ടി ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് 4 ജഡ്ജസിനെയും പരിചയപ്പെടുത്തുകയാണ്. ശ്രീ പൂജപ്പര രാമചന്ദ്രൻ, ഡോക്ടർ ഗുരു ഗോപിനാഥ്, സുജീന്ദ്രൻ, നട്ടുവാങ്കം പരമശിവൻ, കലാമണ്ഡലം സുഗതൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി തുടങ്ങി ഒട്ടനവധി ഗുരുക്കന്മാരിൽ നിന്നും കേരള നടനം, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ അഭ്യസിച്ചു. അതുപോലെ തന്നെ കലൈമാമണി അവാർഡ്, ഡോക്ടർ അംബേദ്കർ അവാർഡ്, കലാരത്നം അവാർഡ് തുടങ്ങി ഈ നൃത്ത മേഖലയിൽ അദ്ദേഹത്തിന് കുറച്ച് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരുപാട് കാലമായി യുവജനോത്സവങ്ങളിലുമൊക്കെ തന്നെ കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുപ്പിക്കുന്നുണ്ട്. ഈ ഡാൻസ് മേഖലയിൽ കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം സജീവമാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ശ്രീ പൂജപ്പര രാമചന്ദ്രൻ. രണ്ടാമത്തെ ജഡ്ജ് ശ്രീ നടനഭൂഷണം ബാബു നാരായണൻ. ശ്രീ സ്വാതിന്ദ്രനാഥ് സംഗീത കോളേജിൽ നിന്ന് നടനഭൂഷണത്തിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട്. കുച്ചിപ്പുടി ആർട്സ് അക്കാദമിയിലും കുച്ചിപ്പുടിയും സാവിത്രി ജഗന്നാഥറാവു, ജയലക്ഷ്മി, അരുണാചലം, നരസിംഹാചാരി എന്നിവരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യവും അഭ്യസിച്ചിട്ടുണ്ട്. കേരള നടനത്തിൽ ഡിപ്ലോമയും വിശ്വകലാകേന്ദ്രത്തിൽ നിന്ന് TTCയും പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ 32 വർഷക്കാലമായി ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം, തിരുവാതിരക്കളി എന്നീ നൃത്ത വിഭാഗങ്ങൾ പരിശീലിപ്പിച്ചു പോരുന്നു. സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ കേരളോത്സവത്തിലും അതുപോലെ തന്നെ വിധികർത്താവായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും വിധികർത്താവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നൃത്തനാടകങ്ങൾ, സീരിയലുകൾ തുടങ്ങിയവ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. 2011 കലാദർപ്പണ അവാർഡ് അദ്ദേഹം അർഹനായിട്ടുണ്ട്. നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥ് സ്മാരക അവാർഡും നേടിയിട്ടുണ്ട്. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീ നടനഭൂഷണം ബാബു നാരായണൻ. പരിചയപ്പെടുത്തുന്നു ശ്രീ ബാബു നാരായണൻ. മറ്റൊരു ജഡ്ജ് അടൂർ ബാസി കച്ച് ഫോറത്തിന്റെ ഡ്രാമ ഫെസ്റ്റിവലിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ശ്രീമതി ലീല പണിക്കർ. 4-ാമത്തെ വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. ഗുരു ഗോപിനാഥിന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് മദ്രാസിൽ പത്മിനി രാഗിണിമാരുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. 1963 മുതൽ തിരുവനന്തപുരത്ത് ജ്യോതി നൃത്ത കലാകേന്ദ്രം ആരംഭിച്ച് നൃത്ത പരിശീലനം കുട്ടികൾക്ക് കൊടുത്തിരുന്നു. തുടർന്ന് MM പിള്ളയിൽ നിന്നും ഭരതനാട്യവും പഠിക്കുകയുണ്ടായി. നിരവധി വേദികളിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലീല പണിക്കരെ നാം അറിയുന്നത് സ്റ്റേജ് പെർഫോമൻസിൽ അല്ലെങ്കിൽ നാടകം, സീരിയൽ തുടങ്ങിയവയിൽ സജീവ സാന്നിധ്യമായിട്ടാണ്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ശിഷ്യന്മാരോ അല്ലെങ്കിൽ നൃത്തം അഭ്യസിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജ്മെന്റിൽ ശരിയായ ഒരു മൂല്യനിർണ്ണയം തന്നെ ലീല പണിക്കരിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ള തിരിച്ചറിവാണ് ലീല പണിക്കരെ ഒരു 20 കൊല്ലങ്ങൾക്ക് ശേഷം ഈ വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞങ്ങൾ ക്ഷണിക്കുകയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തുകയും ചെയ്തത്. ഞാൻ പരിചയപ്പെടുത്തുന്നു ശ്രീമതി ലീല പണിക്കർ. ശ്രീമതി ബിന്ദു പ്രദീപ്, ഡിഗ്രി മ്യൂസിക് കഴിഞ്ഞതിന് ശേഷം ഡാൻസിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട്. ദൂരദർശൻ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ അടൂർ ബാസി കൾച്ചറൽ ഫോറം ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപിന്റെ സഹധർമ്മിണിയാണ്. കേരള സർവകലാശാല യുവനോത്സവത്തിൽ ഒട്ടനവധി നൃത്തങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രൈസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവകലാശാല യുവനോത്സവങ്ങളിൽ ഗ്രൂപ്പ് ഡാൻസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വേദിയിലെ യുവ സാന്നിധ്യമാണ് ശ്രീമതി ബിന്ദു പ്രദീപ്. ബിന്ദു പ്രദീപിനെയും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ശ്രീമതി ബിന്ദു പ്രദീപ്.